Hi dear students. നമ്മൾ ഇന്ന് കംപ്ലീറ്റ്നെസ്സിൻ്റെ അടുത്ത പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എൽ ഇൻഫിനിറ്റി കംപ്ലീറ്റ് ആണെന്ന് പ്രൂവ് ചെയ്തിരുന്നു. ഓക്കെ, നൗ ഹിയർ വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് എൽ പി ഫോർ 1 ലെസ് ദാൻ or p ലെസ് ദാൻ ഇൻഫിനിറ്റി കംപ്ലീറ്റ് ആണ്. എൽ ഇൻഫിനിറ്റി കംപ്ലീറ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. റൈറ്റ്, വാട്ട് ഈസ് എൽ പി? എൽ പി മീൻസ് pth സമ്മബിൾ ആയിട്ടുള്ള സീക്വൻസസുകളുടെ സ്പേസ് അല്ലേ. So it is a normed space. നമുക്കറിയാം pth norm വെച്ചിട്ട് normed space ആണെന്നറിയാം. Now what we are going to prove is it is a complete normed space. That is, we are going to prove that it is a Banach space, right? Okay, Banach space അപ്പോൾ കംപ്ലീറ്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മളൊരു കോഷി സീക്വൻസ് എടുത്തു അല്ലേ. സീക്വൻസ് xn ഈസ് എ കോഷി സീക്വൻസ് ഇൻ എൽ പി. ഓർമ്മിക്കണം, ഇത് എൽ പി ഒരു സീക്വൻസുകളുടെ സ്പേസ് ആണ്. അപ്പോൾ ഇത് ഓരോ എക്സനുകളും എന്ത് തന്നെയാണ്? ഓരോ സീക്വൻസുകൾ തന്നെയാണ്. ഓക്കെ, സോ വിയർ ഈച്ച് എക്സൻ ഈസ് എ സീക്വൻസ്, റൈറ്റ്? സോ എക്സൻ ഈക്വൽ ടു സം സീക്വൻസ് എക്സൻ ഐ, that is xn1, xn2, xn3, xn4, etc., xn m something like that. Okay, etc. ഓരോ എക്സനുകളും ഈസ് എ സീക്വൻസ് ഇൻ എൽ പി, റൈറ്റ്? ഈസ് എ സീക്വൻസ്. ഓരോ എക്സനുകളും എൽ പിയിലുള്ള എലമെന്റ് പറഞ്ഞാൽ ഓരോ സീക്വൻസുകളാണ്. Now, for since it is a Cauchy sequence, what you have for every epsilon greater than 0, we can have for n there is for n and k greater than capital N. For some n capital N belongs to capital N, right? We have norm of xn minus xk. Pth norm is less than epsilon. So, what is the definition of this? So, what we can have is norm p is less than epsilon. So, what's the definition for this? Sigma equal to 1 to infinity, no modulus of xni minus xk of I raised to p, always 1 will be less than epsilon. Okay, so from this what we will get like this. So from that what you are getting is modulus of xni minus xk of I is less than epsilon. Okay, so we got like this. So what അപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഓരോ ഈ xniകളും എന്തായിട്ട് മാറും? xniകളൊക്കെ ഇവിടെ ബിലോങ് ചെയ്യുന്ന ആറില്ല. അപ്പോൾ സോ വാട്ട് യു ആർ ഗെറ്റിംഗ് ഇസ് ദിസ് സീക്വൻസ് xni is a Cauchy sequence in R. Okay, so what we get is sequence xni is a Cauchy sequence in R, or respectively in C. By completeness of, we know that R and C we have proved, right? Is a complete space. That is a Banach norm. No, Banach space ആണ്. അതുകൊണ്ട് എന്താവും? ഇതവിടെ കൺവേർട്ട് ചെയ്യും. So what there exists some x of I belongs to R such that limit n tends to infinity xni. xni ന്റെ ലിമിറ്റ് x of I ആയിട്ട് എടുത്തു. ഓക്കെ, സോ ലെറ്റ് x ഈക്വൽ ടു ആ എക്സ് ഒരു നമ്മൾ വി ആർ ഡിഫൈനിങ് ദാറ്റ് x ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഓരോ xniകളും x of Iലേക്ക്. ഫോർ എക്സാമ്പിൾ ഓരോ ith കറസ്പോണ്ടിങ് ആൾക്കാരും താഴെ വി ക്യാൻ റൈറ്റ്. ഇപ്പോൾ x1ന് എങ്ങനെ എഴുതാ? x11, x12, x13 എന്ന് എഴുതാണെങ്കിൽ അതിൽ ഓരോരുത്തരും താഴേക്ക് ആവുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, സോ വാട്ട് യു ക്യാൻ ഹാവ് ഈസ് ഈച്ച് ആ താഴത്തുള്ള എല്ലാവരും കൺവേർട്ട് ചെയ്യുന്ന ഓരോരോ കറസ്പോണ്ടിങ് എലമെൻസിനെ നമ്മൾ എന്തായിട്ടിട്ടു? ഒരു സീക്വൻസ് ആയിട്ടിട്ടു. സോ വാട്ട് യു ഹാവ്, ലെറ്റ്സ് സേ വി ആർ ടേക്കിംഗ് x ഈസ് ഈക്വൽ ടു സീക്വൻസ് xi വിച്ച് ഈസ് ഈക്വൽ ടു x of 1, x of 2, etc. ദിസ് ഈസ് x of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xn1ൻ്റെ സീക്വൻസ് ആണ്. xn1 എന്ന് പറഞ്ഞാൽ xn1 എന്ന് പറഞ്ഞാൽ x11, x21, x31 എന്ന് പറയുന്ന ആൾ കൺവേർട്ട് ചെയ്യുന്നത് x of 1ലേക്ക്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ഓരോരുത്തരുടെയും അങ്ങനെയുള്ള ഓരോ കൺവേർജൻസിൻ്റെ ലിമിറ്റ്സുകളെ ചേർത്തിട്ട് ഒരു സീക്വൻസ് ഉണ്ടാക്കി. ദാറ്റ് ഈസ് x ഈസ് ഈക്വൽ ടു സീക്വൻസ് xi വിച്ച് ഈസ് ഈക്വൽ ടു x1, x2, etc. Now what you have to do is ഈ എക്സ് എവിടെ കിടക്കേണ്ടതെന്ന് കാണിക്കാൻ നമുക്ക് എൽ പിയിലേക്ക് കിടക്കുന്നുണ്ടെന്ന് കാണിച്ച് ദെൻ വാട്ട് യു ഹാവ് ടു ഡു, ഈ എക്സനൊക്കെ അതിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെന്നും കാണിച്ചു കഴിഞ്ഞാൽ വി ഹാവ് പ്രൂവ്, റൈറ്റ്? സോ നെക്സ്റ്റ് ക്ലെയിം ഈസ് വി ആർ പ്രൂവിങ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൽ പി. സോ നൗ യു കൺസിഡർ സം ക്യാപിറ്റൽ N ഫോർ ഓൾ M belongs to capital N. Okay, now we are taking the finite sum sigma equal to 1 term. ഇത് എൽ പിയിൽ കിടക്കണമെങ്കിൽ എന്താ വേണ്ടേ? ഇറ്റ് ഷുഡ് ബി pth sum, that is sigma equal to 1 to infinity modulus of xi raised to p should be less than infinity എന്നാണ് കാണിക്കുന്നത്. So we are getting first we are taking is finite sum എടുക്കുന്നു. We are taking as I equal to 1 to infinity, I equal to 1 to m modulus of x of I raised to p. Okay, which is equal to what you are having is
limit n tends to limit alla actually and what you have sigma equal to 1 to m idennu parayunnathu endha limit aanu limit you can write it as limit of n tends to infinity x n I raised to p. Okay, this finite sum ayadonde endha cheyam limits interchange, so you limit ne porthekku eduthu, so we have limit n tends to infinity sigma equal to 1 to m modulus of x n I raised to p. Okay, limit exist cheyon namukku ariyilla ee limit endana ariyilla, so what you are doing which is whatever we know which is clearly less than or equal to supremum of, right, supremum of sigma equal to 1 to infinity mod x n I raised to p. Okay, so what is this value which is equal to supremum of then the norm of x n raised to p whole raised to p. Okay, so which is clearly less than ee sequence adala Cauchy sequence aanu endalum bounded aanu. Okay, otherwise also we can tell that each xn is belongs to LP aanu, adondum it is finite, so we can write it as it is less than c. So what you are getting is sigma equal to 1 to m modulus of xi raised to p is less than c, which is a finite value. Now you apply the limit both sides up to m tends to infinity apply chedu, but m tends to infinity apply cheyumbol sigma equal to 1 to infinity modulus of xi raised to p. Okay, which is right left side is a constant which is clearly less than a finite, less than c. So what you are getting is this is pth sum. So from that what you are getting x belongs to LP. So നമുക്ക് x belongs to LP ആണെന്ന് കാണിച്ചു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഈ എക്സിലേക്കാണ് ഈ Cauchy sequence കൺവേർട്ട് ചെയ്യണമെന്ന് കാണിച്ചാൽ മതി അല്ലേ. So for that what you are taking is for m belongs to capital N I equal to 1 to m modulus of x n I minus xk of I raised to p we are taken, which is less than epsilon p. From 1 we know that, like, right, for all n comma k which is big tends to infinity. So let taking ഒരു സ്ഥലത്ത് മാത്രം k tends to infinity കൊടുക്കുമ്പോൾ അത് എവിടേക്ക് പോകും, x of I ലേക്ക് കൺവേർട്ട് ചെയ്യും. So we get I equal to 1 to m modulus of x n I minus this one will tends kth term അത് will tends to x of I raised to p less than or equal to epsilon p. Now what we are doing is m tends to infinity കൊടുത്തു, so we are getting sigma I equal to 1 to infinity, this m tends to infinity, so what you have I equal to 1 to infinity modulus of x n I minus x of I raised to p is less than or equal to epsilon raised to p. Now you take this one, this is whole raised to 1 by p edukka, this whole raised to 1 by p edutha which is less than or equal to epsilon. What is this whole raised to 1 by p means norm of xn minus x p less than or equal to epsilon, which means xn converges to x. So this Cauchy sequence converges to x and this x belongs to LP one. So what we are having, LP is a Banach space, that is LP is a normed complete space, right? So we have proved that LP is complete. Very important. ചോദിക്കും നോക്കാം, ഇത് നോക്കുക, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. Okay, next is another one problem. Suppose E is any Banach space ആണ്, E1 ഒരു അതിൻ്റെ ഒരു സബ് സ്പേസ് ആണെന്നിരിക്കട്ടെ, നമുക്കറിയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഈ Banach space ആവണമെങ്കിൽ, ദാറ്റ് ഇസ് കംപ്ലീറ്റ് നോർമൽ സ്പേസ് ആവണമെങ്കിൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് Banach space ആണെങ്കിൽ if and only if അതെന്ത് അത് ക്ലോസ്ഡ് സബ് സ്പേസ് ആയിരിക്കണം, it should be closed. Okay, it's very easy to prove, you can try yourself. Okay, suppose what we are going to is ഈ ഒരു Banach space ആണ് തന്നിട്ടുണ്ട്, suppose E1 is a subspace ആണ്. Okay, now let's assume that E1, what you have to prove is ഇത് Banach ആണെങ്കിൽ അത് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം, ക്ലോസ്ഡ് ആണെങ്കിൽ Banach ആണ്. So suppose it is Banach ആണെന്ന് assume ചെയ്തു, Banach ആണെന്ന് പറഞ്ഞാൽ എന്താ, it is a complete space. Now we have to show that it is closed. Closed എന്ന് എങ്ങനെയാണ് കാണിക്കുക, അതിൻ്റെ എല്ലാ ലിമിറ്റ് പോയിൻറ്റ്സും അതിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കണം അല്ലേ. സപ്പോസ് എക്സ് ബി എനി ലിമിറ്റ് പോയിന്റ് ഓഫ് E1, what you have to prove is എക്സ് അതിൽ കിടക്കുന്നുണ്ടെന്ന് കാണിക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും, ക്ലോസ്ഡ് ആയിട്ട് മാറും. എക്സ് ഒരു ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ട് എന്താ അർത്ഥം, ദർ എക്സിസ്റ്റ് എ സീക്വൻസ് ഇൻ E1 അല്ലേ, അതിലൊരു സീക്വൻസ് ഉണ്ടാവും, ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പോലെ നമുക്കൊരു സീക്വൻസിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. So what you are, there exists some sequence xn belongs to E1 such that xn converges to x. Okay, since xn is a convergent sequence, okay, xn ഒരു convergent sequence ആയതുകൊണ്ട് അതെന്താ ഒരു Cauchy sequence ആണ് അല്ലേ, അത് Cauchy sequence ആണ്. അപ്പോൾ എന്താ, അപ്പോൾ what we have assumed that E1 എന്ന് പറയുന്നത് എന്താണെന്ന് അസ്യൂം ചെയ്തിരിക്കുന്നത്, Banach ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത്.
ഓക്കെ. സോ അതൊരു കോഷി സീക്വൻസ് ആവും. കോഷി സീക്വൻസ് ആണെങ്കിൽ അതെന്ത് ചെയ്തിരിക്കണം, E1-ൽ തന്നെ കൺവേർജ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ എക്സ് ദെർഫോർ സീക്വൻസ് Xn കൺവേർജസ് ടു E1. ബട്ട് ആക്ച്വലി ഒരു ലിമിറ്റ് സമാനത യു ക്യാൻ ടേക്ക് ഇഫ് യു വാണ്ട്, യു ക്യാൻ ടേക്ക് ഇറ്റ് കൺവേർജസ് ടു സം y belongs to E1. ഓക്കെ. ബട്ട് ഒരു സീക്വൻസിന് യൂണീക്ക് ലിമിറ്റ് എപ്പോഴും എന്തായിരിക്കും, യൂണീക്ക് ആയിരിക്കും. ആ എക്സ് തന്നെ ആ വൈ തന്നെ ആയിരിക്കണം എന്ത് എക്സ്. സോ ദാറ്റ് എക്സ് ബിലോങ്സ് ടു E1. സോ ബൈ വിച്ച് ഇംപ്ലൈസ് E1 ഈസ് എന്തായിട്ട് മാറി, ക്ലോസ്ഡ് ആയിട്ട് മാറി. റൈറ്റ്. നൗ കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് suppose E1 is closed. What you have to prove is it is Banach. Therefore Banach ആണെന്ന് കാണിക്കാൻ എന്താ ചെയ്യുക, we have to take a Cauchy sequence in E1. Okay. Clearly E1 അത് കോൺസിക്വൻ്റ്ലി അത് എവിടത്തെയും Cauchy sequence തന്നെയാണ്, the total സ്പേസിലും Cauchy sequence തന്നെ. ബട്ട് know that അത് Banach ആണെന്നറിയാം. Banach ആണെന്നറിയാം there exists some x belongs to capital E such that sequence Xn converges to x belongs to E. അപ്പോൾ ബട്ട് അത് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഈ എക്സനുകളൊക്കെ എവിടെയാണ് കിടക്കുന്നത്, E1-ലാണ്. അത് കൺവേർജ് ചെയ്യുന്നത് എക്സിലേക്കാണ്. അപ്പോൾ ഈ എക്സ് എന്തായിട്ട് മാറും, E1-ൻ്റെ ഒരു ലിമിറ്റ് പോയിൻ്റ് ആയിട്ട് മാറും. ബട്ട് നമ്മൾ എന്താ അസ്യൂം ചെയ്തിരിക്കുന്നത്, E1 ക്ലോസ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ എക്സ് എവിടെ തന്നെ ഉണ്ടാവണം, E1-ൽ തന്നെ കിടക്കണം. അപ്പോൾ സിൻസ് ഇറ്റ് ഈസ് ക്ലോസ്, അപ്പോൾ E1 എന്തായിട്ട് മാറി, Banach ആയിട്ട് മാറി. സോ ഇറ്റ്സ് വെരി ഈസി ടു പ്രൂവ്. യു ട്രൈ. സോ ഓക്കെ.